ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും. നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചുപോയി. 50-ലധികം ആളുകളെ കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. രക്ഷാദൗത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, മരണപ്പെട്ടവരുടെ എണ്ണം എത്ര? നിലവിൽ അവിടെ എന്താണ് അവസ്ഥ? അനിൽ നമ്പ്യാർ, വളരെ ദുഃഖകരമായ വാർത്തകളാണ് ഉത്തരാഖണ്ഡിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ അവിടെ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ധാരാലി മേഖലയിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ ഇപ്പോഴും രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ NDRFിൻ്റെയും മറ്റ് രക്ഷാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പരിശോധനകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മല മുകളിൽ നിന്നും ഒലിച്ചു വന്ന മണ്ണും വെള്ളവും നിരവധി കെട്ടിടങ്ങൾ തകർത്താണ് മുന്നോട്ട് പോയത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആളുകൾക്ക് ഓടി മാറാൻ കഴിയുന്നതിന് മുൻപ് ഈ മലവെള്ളപ്പാച്ചിലെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 50-നും 100-നും ഇടയിൽ ആളുകളെ കാണാനില്ല എന്നുള്ള കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 60 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന അനൗദ്യോഗിക കണക്ക് പുറത്തു വരുന്നുണ്ട്. ഇത് ഔദ്യോഗികമായി ഒരുപക്ഷെ അല്പസമയത്തിനകം ഇതിൻ്റെ സ്ഥിരീകരണം കിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഹർസൽ സൈനിക ക്യാമ്പിൽ നിന്നുള്ള യൂണിറ്റുകളും പോലീസും പ്രദേശവാസികളും ആദ്യം ഈ രക്ഷാദൗത്യം ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തെത്തി എന്ന അപ്ഡേഷൻ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ മേഖല വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇവിടെ നിരവധി വിനോദസഞ്ചാരികൾ എത്തുകയും ചെയ്തിരുന്നു. ഇതിൽ എത്ര മലയാളികളുണ്ട്, അല്ലെങ്കിൽ മറ്റേതൊക്കെ സംസ്ഥാനക്കാരുണ്ട് എന്നതൊക്കെ തന്നെ കണക്കുകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ചമോലി ഉൾപ്പെടെ ഉയർന്ന മേഖലകളിൽ മണ്ണിടിഞ്ഞു വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 60 പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ, മരിച്ചു എന്ന തരത്തിൽ അനൗദ്യോഗിക കണക്കുകൾ വരുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ അത് വൈകാതെ തന്നെ പുറത്തു വരും. 50-നും 100-നും ഇടയിൽ ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. നിലവിൽ ശാന്തമാണോ അവിടുത്തെ അവസ്ഥ, ശ്രീകാന്ത്? നിലവിൽ ഇപ്പോഴും കാലാവസ്ഥ മോശമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല, ഏതാണ്ട് 100-ലധികം റോഡുകൾ ബ്ലോക്കാണ്. പല സ്ഥലങ്ങളിലേക്കും മണ്ണിടിഞ്ഞ് വീണ ശേഷം വാഹനങ്ങൾ പോകാൻ കഴിയാത്ത, ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആ പ്രദേശത്ത്. ഉത്തരാഖണ്ഡിലെ മിക്ക സ്ഥലങ്ങളിലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണ്, വലിയ ഉരുളൻകല്ലുകളൊക്കെ വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മേഘവിസ്ഫോടനമുണ്ടായ മേഖലയിൽ അവിടേക്ക് വാഹന ഗതാഗതം പൂർണ്ണമായും ബുദ്ധിമുട്ടേറിയതാണ്. 100-ലധികം റോഡുകൾ, ചെറുതും വലുതുമായ റോഡുകൾ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശാന്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. ഇത്രയധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാദൗത്യം മുന്നോട്ട് പോവുകയാണ്. രാത്രിയിലും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നാളെ രാവിലെ മുതൽ നമ്മുടെ ജനം TV സംഘം കൂടി ആ സ്ഥലത്തെത്തും. അവിടെ ജനം TVയിലൂടെ നമുക്ക് അത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ആ സമയത്ത് അറിയാനും സാധിക്കും. നമ്മുടെ പല ആളുകളുണ്ട്, ആരൊക്കെ വിനോദസഞ്ചാര മേഖലയായതിനാൽ തന്നെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള ആശങ്ക എല്ലാവരിലുമുണ്ട്. ആശങ്ക തൽക്കാലം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ, രക്ഷാദൗത്യങ്ങൾ തുടരുന്നുണ്ട്. നമ്മുടെ ഒരു ജനം TV സംഘവും അവിടെ എത്തിച്ചേരുന്നു. വിശദ വിവരങ്ങൾ കൃത്യസമയത്ത് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കും. ശ്രീകാന്ത്, 130 പേരെ രക്ഷപ്പെടുത്തിയതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാണാതായവർക്കായുള്ള തിരച്ചിൽ അത് രാത്രി വൈകിയും തുടരുകയാണ്. കാലാവസ്ഥ അനുകൂലമല്ല. എന്താണ് പ്രതീക്ഷ? കൂടുതൽ പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണോ കരുതുന്നത്? ആദ്യഘട്ടത്തിൽ രക്ഷിച്ചെടുക്കാൻ സാധിച്ച ആളുകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അതിലധികം, ഏതാണ്ട് 50-നോ 100-നോ ഇടയിൽ ആളുകളെ ഇനിയും കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. രക്ഷാദൗത്യത്തിന് വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തക സംഘത്തിന് അവിടെ എത്തിച്ചേരാൻ റോഡുകളൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്. എയർ ഡ്രോപ്പ് ചെയ്ത് അവരെ അവിടേക്ക് ഇറക്കാമെന്ന് വെച്ചാൽ കാലാവസ്ഥ ഒട്ടും തന്നെ അനുകൂലമല്ല. എങ്കിലും വളരെ ശക്തമായ രീതിയിൽ തന്നെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട്. അവിടെ കാലാവസ്ഥ ഒട്ടും അനുകൂലമായ സാഹചര്യമല്ല. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ആളുകളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. യെസ്, ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും
നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചുപോയി. 50-ലധികം ആളുകളെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. രക്ഷാദൗത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. എസ് ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.